സിപിഐഎമ്മിനെ പിടിച്ചുലച്ച വിവാദങ്ങൾക്ക് പിന്നാലെ എൽഡിഎഫിൽ നിന്ന് പുറത്തായ നിലമ്പൂർ എംഎൽഎ PV അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉടൻ. നിലമ്പൂർ ടൗണിൽ ചന്തക്കുന്ന് നടക്കുന്ന പൊതുയോഗം ശക്തിപ്രകടനമായി മാറുകയാണ്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സൂചന നൽകിയ അൻവർ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, നിലവിൽ അവിടെ നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തത്സമയം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അൻവർ പറഞ്ഞതിനേക്കാൾ വലിയ ആൾക്കൂട്ടമാണോ ഇപ്പോൾ ഈ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുള്ളത്? അഭിലാഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു വലിയ ജനസഞ്ചയം തന്നെ ഇവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള മൈതാനം ഇതിനോടകം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ തന്നെ ഈ ഒരു പരിപാടി നിശ്ചയിച്ചതിനും മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ എത്തിച്ചേർന്നവരാണ്. അൻവറിനെ കേൾക്കുവാനും അൻവറിനെ പിന്തുണ അറിയിക്കാനും എത്തിച്ചേർന്നവരാണ് ഇവരെല്ലാം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. എവിടെ നിന്നൊക്കെ? ഞങ്ങള് പൂക്കോട്ടുംപാടം. ഈ മണ്ഡലം തന്നെ. എന്താണ് നിങ്ങളെ അഭിപ്രായം? ന്യായം പറയുന്നത് കേൾക്കാൻ, അനീതിക്കുള്ള പോരാട്ടത്തിൽ അത് കാഴ്ചപ്പാട് കാണാൻ വേണ്ടി. ഞാന് മംഗള. എന്താണ് അൻവർ പറയുന്നതിനോട് യോജിക്കുന്നത്? അൻവർ പറയുന്ന കാര്യല്ലേ, അൻവർ പറയുന്ന യാഥാർത്ഥ്യല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ജയിലിനുള്ളിലാവൂലേ? മറ്റേ ADGP-നെയൊക്കെ ഫ്രോഡാന്ന് വിളിച്ചത്. നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടുവോ? അപ്പൊ വസ്തുതല്ലേ? അല്ലെങ്കിൽ ഓൻ ജയിലിലല്ലേ അൻവർ, അല്ലെങ്കിൽ എന്ത് ജയിലിലല്ലേ? യഥാർത്ഥത്തിൽ പറയണത് ഒരു മകളും മരുവനും മതിയോ? അല്ലല്ല, പാർട്ടി അനുഭാവിയൊന്നുമല്ല. ഞങ്ങൾ നിലമ്പൂർ ഇവിടെ ഈ മണ്ഡലത്തിൽ വോട്ടറാണ്. ഈ ചന്തക്കുന്ന് തന്നെ, കേരളത്തിന്റെ അപ്പുറം. എന്താണ് അൻവറിന് വോട്ട് ചെയ്തത്? അൻവറിന് 2 പ്രാവശ്യം വോട്ട് ചെയ്താണ്. ഞാൻ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. ഇനിയും അൻവറിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഞങ്ങൾ രാഷ്ട്രീയ ധാർമ്മിക നിലനിൽക്കണം. ഭരണത്തിലെ പുഴുക്കുത്തുകൾ പിന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പോലീസിനും പുഴുക്കുത്തുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാവങ്ങളാണ്. അവരെ ഉപയോഗിച്ച് ഈ ഭരണത്തിലെ പുഴുക്കുത്തുകൾ കാര്യം മുതലെടുക്കാണ്. അവരെ നിർമ്മാർജ്ജനം ചെയ്യണം. അതിന് രാഷ്ട്രീയ ധാർമ്മികതയുള്ള ഒരു ജനത, ഒരു തലമുറയോടെ വളർന്നു വരണം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നിങ്ങളൊക്കെ പിന്തുണ അത് നമുക്ക് ഭാവി പിന്നീട് അങ്ങനെ ആലോചിക്കണ കാര്യം. ആ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ UDF LDF എന്നല്ലേ, ഇപ്പൊ UDF ഉണ്ടാവും. അഭിലാഷ്, ഈ ആളുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അൻവറുടെ തൊട്ടടുത്തുള്ള TBയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും നമുക്ക് ഈ ഒരു ആൾക്കൂട്ട PV അൻവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഈ ഒരു ആൾക്കൂട്ടം തന്നെ അൻവർ ഉന്നയിക്കുന്ന ആ ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് അതിന് ലഭിക്കുന്ന സ്വീകാര്യതയായിട്ട് തന്നെ വേണം വിലയിരുത്തുവാൻ. ആ അൻവറിനെ കേൾക്കുവാനും അൻവർ പറയുന്നത് എന്താണെന്ന് അറിയുവാനും അൻവറിന് പിന്തുണ അറിയിക്കുവാനും നിലമ്പൂരിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ജനസഞ്ചയമാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. 6:30-ക്ക് ശേഷമാകും PV അൻവർ ഇവിടെ എത്തുക. നമുക്ക് ആ വേദിയിൽ കാണാം ഒരു ടെമ്പോ ട്രാവലർ, അതിൽ ഒരു താൽക്കാലികമായി ഒരുക്കിയ വേദിയാണ് ഉള്ളത്. അവിടെ ഒരു TV, അതായത് ഒരു ദൃശ്യങ്ങൾ സഹിതം എന്തെങ്കിലും തെളിവുകൾ പുറത്തുവിടാനുണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും അൻവർ ഒരുങ്ങി തന്നെയാണ്. അൻവറിന്റെ ആദ്യത്തെ പൊതുയോഗമാണിത്, പൊതുസമ്മേളനമാണിത്. സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ കോഴിക്കോടുമൊക്കെ താൻ ഇനി ജനങ്ങളെ അഭിസംബോധന ചെയ്യും, ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പൊതുസമ്മേളനം അദ്ദേഹം എന്തെല്ലാം പറയുന്നു, അദ്ദേഹം പറയുന്നതിന് എന്തെല്ലാം തെളിവുകൾ പുറത്തുവിടുന്നു തുടങ്ങി വിവിധ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജനങ്ങൾക്കുള്ളത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ അൻവർ ഈ ഒരു പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ആളുകൾ കാത്തിരിക്കുകയാണ് അൻവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ, അൻവറിനെ പിന്തുണ അറിയിക്കുവാനായി. തീർച്ചയായും അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് പിന്നാലെയാണ് PV അൻവർ ജനങ്ങളിലേക്ക് താൻ ഇറങ്ങുകയാണ്. താൻ വണ്ടിയിൽ മൈക്ക് കെട്ടി കേരളം മുഴുവൻ പ്രസംഗിക്കും എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്.